ഇനിയിപ്പം എടുക്കാൻ പറഞ്ഞു ഞാൻ ആകാശം പോത്തിനെടുക്കാറ കാറിനെ പോയി എടുത്തു. ഇത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പാടൂല. കുറച്ച് ഫോട്ടോ എടുത്തരുന്ന എന്ത് രസം അറിയണം. അയ്യോ ഗൈസ്, വന്ന വഴി തെറ്റിപ്പോയി. നമ്മൾ വെട്ടത്തൂടെ പോവാണ്. എന്താ പരിപാടി? വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയും നമ്മുടെ അടുത്തൊരു ഡാമുണ്ട്. ഡാം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കാണാം. അല്ലേ വീഡിയോ എടുത്തോ. വെൽക്കം ആസിക്. ഇവിടുക്കല്ലേ സോ ഗൈസ്, അപ്പൊ നമ്മള് വളരെ ത്രില്ലിങ്ങിലാണ്. ഞങ്ങൾ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടി വെട്ടത്തൂർ ഡാമിലോട്ട് പോവാണ്. ചെറിയൊരു ഡാമാണ്. ഡാം എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇപ്പൊ കുറച്ചായിട്ട് അവർ എന്തൊക്കെ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചെന്ന് നോക്കാം. അപ്പൊ ഞങ്ങളുടെ നാട്. ഇത് വളരെ ശാന്തമായൊരു നാടാണ്. അരക്കുപറമ്പ് എന്നാണ് നാടിന്റെ പേര്. ഗ്രാമം, ഒരു കുഗ്രാമമാണ്, ശരിക്കും ഒരു കുഗ്രാമമാണ്. കറക്റ്റ്. ചെറിയ ചെറിയ ഊട് വഴികളാണ്, നല്ല റോഡാണ്, നല്ല നന്മ നിറഞ്ഞ നാട്ടുകാരാണ്. ഒരു വണ്ടി മാത്രമേ പോകും. ഒരു വണ്ടി മാത്രമേ പോവുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, വളരെ ബുദ്ധിമുട്ടാണ് റോഡിന് പോകാൻ. നമ്മള് വളരെ അതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകണം. പഠിച്ചു. അപ്പൊ നമ്മളിപ്പോ മെയിൻ റോഡിലോട്ട് കടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 minutes ട്രാവൽ മാത്രമേ ഉള്ളൂ. അതെ അതെ, അങ്ങനത്തെ ആകാശങ്ങളിട്ട് പോകും. ഇപ്പൊ നമ്മൾ ഏകദേശം ഇവിടുന്ന് 5 minute ഇനിയിപ്പം എടുക്കാൻ പറഞ്ഞു ഞാൻ ആകാശം പോത്തിനെടുക്കാറ കാറിനെ പോയി എടുക്കും. റോഡ് എടുക്കാൻ ഇന്നെ എടുക്കും. ഒരു ബന്ധമില്ല. പ്രൊഫഷണൽ അതാണ്. എന്റെ പ്രൊഫഷനെ കണ്ടുപിടിച്ച് ഫേക്കില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെ ഹൈവേ ഒന്നല്ലത്. ഇത് നമ്മളെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടാണ്. നമ്മള് മണ്ണാർക്കാട് വരുന്ന സമയത്ത് അറന്നല്ലൂർ ആ ഭാഗത്താണ്. സോ സാധാരണ ഒരു രാവിലെ 10 മണി അല്ലെങ്കിൽ 3 മണിക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെ. നോക്കാം, ഇന്നവിടെ തിരക്കില്ല എന്നുണ്ടെങ്കിൽ സുഖമായി വണ്ടി നിർത്താനും കാര്യങ്ങളും സുഖമായിരിക്കും. നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഭാഗ്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം വണ്ടി നിർത്താനൊക്കെ വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ല അവിടെ. പക്ഷെ നമുക്ക് നോക്കാം. എത്തി നമ്മള് ഏകദേശം എത്തി. അശ്വനി ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും. ആൾക്കാർ തരിക്കട്ടെ. ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ അതെ, ഇത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പാടൂല. കുറച്ച് ഫോട്ടോ എടുത്തരുന്ന എടുക്കാലോ. ഇത് ബ്ലോഗർ മിന്നു, ബ്ലോഗർ അല്ലാത്ത കുറെ പേർ. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിൽ കയറല്ലേ? മുകളിൽ കയറല്ലേ? ആ ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് മറ്റേ നമ്മുടെ വെള്ളച്ചാട്ടം. നടക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങള് ഡാമിന്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടി നടക്കുന്നതാണ്. എടി മിഞ്ഞോ, ഒറ്റക്ക് മണ്ടണ്ട പോണ്ട. അവിടെ ഡാമാണ്, അത് അയക്കം മാറി. പോവാ. ഞാന് അന്ന് പഠിച്ച സമയത്തൊന്നും സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഒരുപാട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ പെരിന്തൽമണ്ണ ഈ വെട്ടത്തൂരോട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും.
സൂപ്പർ, നല്ല വ്യൂ ആണ് ഗൈസ്. എടി നിങ്ങൾ ഇവിടെ വന്നോളൂ, ഞാനൊരു ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് നല്ല ഭംഗി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കാം. എടക്ക എന്ത് രസമായിട്ട് കാണാം. ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു രക്ഷയല്ല, വ്യൂ ഒരു രക്ഷയല്ല. ഒരുപാട് റബ്ബറും തെങ്ങും അതുപോലെ തന്നെ കവുങ്ങും പിന്നെ കുറച്ച് വീടും മലയും ആകാശവും ഒരു രക്ഷയില്ല സ്ഥലം. ജസ്റ്റ് ഞങ്ങൾ കയറിയിട്ടേ ഉള്ളൂ, ഡാം ഇപ്പോഴും എത്തിയിട്ടില്ല. ഡാം ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ്, അവിടെയാണ് ഡാം വരുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് മറ്റേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ്. പോവാം, ഡാമിലോട്ട് പോവാം. അവിടെ അവൻ വീണ് കേട്ടോ, ഊഞ്ഞാലാടുന്ന സമയത്ത് വീണ്. ഇതൊരു വ്ളോഗർ കണ്ടോ? ഹലോ. വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോയി. ഗൈസ് ഇവരൊക്കെ പറയുന്നൊരു ഊട്ടി ലൊക്കേഷൻ പോലെ ഉണ്ടെന്നാണ്. ഊട്ടി പോകാതെ ഓക്കെ, ഊട്ടി അങ്ങനെ മനസ്സിലാണ്. ബ്ലോഗർ വാങ്ങിയോ? ബ്ലോഗർ നോക്കി നടക്കുമ്പോൾ ഇതിലൊന്നും ചവിട്ടാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ശരിക്കും നമ്മളിത് എക്സ്പ്ലോർ ചെയ്യണ്ടായിരുന്നു മുമ്പ്, പക്ഷേ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ശരിക്ക് ഓഫീസ് ലീവാണ്, അതാണെന്ന് വരാൻ കാരണം. പക്ഷെ അടിപൊളി സ്ഥലം. ആളെ പിടിച്ചിട്ടുണ്ടായിക്കടാ, ഇനിയിപ്പോ അയാളെ നേരെ ഇങ്ങോട്ട് കയറി വരും. ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ പക്കത്ത് പോയിട്ട് കുടിച്ചിരുന്നു. ഒന്ന് രണ്ട് പേടിപ്പിക്കുന്ന പശുക്കൾ അവിടെ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. കാര്യം 3-4 പീസോട് ഞാൻ അല്ല അങ്ങോട്ട് അവിടെ പശുക്കളൊന്നുമില്ലല്ലോ. നല്ല കാറ്റല്ലേ ഇവിടെ വന്ന സമയത്ത്. നിങ്ങൾ കയറിയ സമയത്ത് ഒന്ന് വേർത്തു എന്ന് മാത്രമല്ല, ഇപ്പൊ നല്ലൊരു തണുപ്പ്. അതല്ല നിങ്ങളുടെ അഭിപ്രായം? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? അടിപൊളി ലൊക്കേഷൻ. നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് മറ്റേ രാത്രിയല്ല, ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ രാത്രിയും കാര്യങ്ങളും വെട്ടങ്ങളൊക്കെ ഉണ്ടാവും രാത്രി. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇനി ഇവിടെ വേണ്ട എന്താന്ന് വെച്ചാൽ ചെറിയ ഷോപ്പ് വേണമല്ലോ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട്. ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇങ്ങോട്ട് ഷോപ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മറ്റേ സ്നാക്സ് എന്തെങ്കിലും മേടിക്കണം എന്നോട് പറ്റില്ല. കാരണം താഴെ പോകണം വീണ്ടും, പിന്നെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ വീണ്ടും ദാഹിക്കും, പിന്നെയും താഴെ പോയി വെള്ളം കുടിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് എന്ത് ചെയ്യണം, എസ്കേപ്പ് ആവുകയാണ്. ഇനി നമ്മൾ മറ്റേ കുറച്ചുകൂടി അപ്പുറത്ത് പോയിട്ട് നല്ല സ്പോട്ട് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല. ചാണകം എല്ലായിടത്തും ചാണകമാണ്. ശ്രദ്ധിച്ച് നടക്കണേ. അയ്യോ ഗൈസ്, വന്ന വഴി തെറ്റിപ്പോയി. നോക്കാം. ഇത് കൂടെ ഒരു വഴിയുണ്ട് ഗൈസ്. വന്ന വഴി ഇതല്ലെങ്കിൽ ഇത് കൂടെ ഒരു വഴിയുണ്ട്. എടി ഇറങ്ങുമ്പോൾ നോക്കിയാൽ ഇറങ്ങിക്കോ. ഓട്ടെ, ഇത് നല്ലൊരു സ്ഥലമാണ്, നമുക്കിരുന്ന് ഊഞ്ഞാലാടാം. പക്ഷെ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. കുട്ടിയെ കൊടുക്കടി, ഇജ്ജ് മുതിക്കാണ്. മിന്നു അടിക്കോ? ഞങ്ങൾ ഊഞ്ഞാലിരുന്ന് ആടിയെന്ന്. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് അവൻ ആട്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ പേരെന്താ? പേരില്ല എനിക്ക്? മതിലേ? അല്ല, ഇതികൂടെ പോകാനും രസമല്ലേ, കാണാൻ രസമല്ലേ? പോരില്ലേ? അത് ശരി. ഓക്കെ, അതിവിടെ അടുത്തുള്ളൊരു താത്ത വന്നാണ്. താത്ത മോന അങ്കനവാടിയിൽ നിന്ന് കൂട്ടാൻ വന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മതിയെന്ന് കരുതി. നല്ല വെയിലും ഉണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണി 6 മണി ആയി. പക്ഷേ ഈ മലൻ്റെ മുകളിലാവുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ എല്ലാവരും പോകുന്നതാണ്. ഇവിടെ സ്റ്റെപ്പുള്ളതുകൊണ്ട് സുഖമാണ്, ഇപ്പോൾ ഇറങ്ങാനില്ല. പണ്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. പണ്ട് ഇവിടെ പാറയായിരുന്നു. ഞങ്ങൾ പാറ കൂടെ കയറി വരുമായിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റെപ്പല്ലാണ്ട് ഇപ്പോൾ ഉഷാറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വിടാം. ഓക്കെ, വിടാം. എല്ലാവരും ക്ഷീണിച്ചു.
എല്ലാരും ക്ഷണിച്ചു കേസ്. ഓടുന്ന സമയത്ത് എല്ലാരും വളരെ ആക്റ്റീവ് ആയിരുന്നു. ബ്ലോഗർ മിന്നു ചത്തുപോയി. മിന്നുന്റെ ഫോൺ ചത്തുപോയി. സോറി, ഫോൺ ചത്തുപോയി. സോറി ഗൈസ്, എന്റെ അബദ്ധം. സോറി, ഐ ആം സോറി. റിയലി സോറി, പ്ലീസ്. എക്സ്ക്യൂസ് മീ. എടി ഫോൺ എടുത്തു. എന്റെ ദേവി, ആരെ പിടിച്ചു? മമ്മായി എല്ലാരെയും കൂടെ ഇങ്ങോട്ട് തന്നെ ആട്ടും. ആട്ടി വിടുവോന്നോ? ആട്ടി വിടുവോന്നോ? ചവിട്ടി വിടും. മടാളെന്നാവില്ല. എടി ഇവിടുന്ന് കഴിച്ചാലോ? ഹോട്ടി ബണ്ണിസ്ന്ന്. ഇവിടെ വേറെ കഴിക്കാനുള്ള പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ അനാറ് മാംഗോ ഷെയ്ക്കാ? പൈനാപ്പിൾ ഷെയ്ക്കാ? പൈനാപ്പിളിന്റെ ജ്യൂസ്, ആപ്പിളിന്റെ ഷെയ്ക്ക് ഉണ്ടാവും? ഷേക്ക് ഉണ്ടാവും. ഷെയ്ക്കില്ല, ജ്യൂസ് മാത്രം അല്ലേ? എനിക്കൊരു ലൈം മതി. ലൈമായിരിക്കും എനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈനാപ്പിൾ അനക്കോ കഴിക്കാൻ എന്താ ഉണ്ട്? ഒന്നും വേണ്ട. എനിക്ക് ലൈം, ബാക്കി സാധനം പോരുട്ടാ. ഇത് അനന്തു, ദാനീഷേട്ടൻ. ഇത് വ്ളോഗാണ്, എന്റെ വ്ളോഗാണ്. ഇവര് കയറ്റാൻ തുടങ്ങി ഗൈസ്. ഇതാണ് ഫസ്റ്റ് അടിച്ചത്. സെക്കൻഡ് ഇവിടെ അടിക്കാൻ പോകുന്നു. ഇതാണ് അങ്ങനല്ലേ? ഇതിന്റെ ലൈമാ? താങ്ക് യു. എന്റെ ലൈമെത്തി ഗൈസ്. പിന്നോട് 4 പൈനാപ്പിൾ, 1 ലൈം. 1 ലൈം. വെള്ളം കുടിച്ച എല്ലാവരും ഉഷാറായില്ലേ? പോവല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ മൊബൈൽ അപ്പത്തിന് ചാർജ് ഔട്ടായി. സോ ഞാനിവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ പരിപാടിയുണ്ട്, ചെറിയ പരിപാടിയുണ്ട്. എല്ലാവരും ബ്ലോഗ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക ഫ്യൂച്ചറിലോട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ എടുത്ത ബൈ എടുക്ക. ബൈ ബൈ. താങ്ക് യു.